നമസ്കാരം. ഇഡിക്കൊപ്പം ചേർന്ന് നിന്ന് മനോരമയും ചില മാധ്യമങ്ങളും കൂടി പിണറായി വിജയനെതിരെയും റിയാസിനെതിരെയും വീണയ്ക്കെതിരെയെല്ലാം അവരവരുടെ ഭാവനകൾക്കനുസരിച്ചുള്ള വാർത്തകൾ പടച്ചുവിടുമ്പോൾ ചില കാര്യങ്ങൾ നാട്ടുകാർ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ അമീർ ഹസൻ എന്നൊരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ചർച്ചയിൽ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ചില വേട്ടയാടലുകളുടെ ദുരുദ്ദേശം എന്താണെന്ന് നമുക്ക് ആ ഒരു സെന്റൻസ് കേട്ടിട്ട് തുടങ്ങാം. അഭിലാഷിന് അറിയാവുന്ന പോലെ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു താല്പര്യമുള്ള ആളല്ല ഞാനെന്ന് അഭിലാഷിന് അറിയാമല്ലോ. കേട്ടല്ലോ, ഒറ്റ വാചകം. പിണറായി വിജയനെതിരെയും റിയാസിനെതിരെയും നിരന്തരം നിലകൊണ്ട ഒരു വ്യക്തിയാണ്. തമിഴ്നാട്ടിലുണ്ടായ ഒരു ഇഡി കേസുമായി ചേർത്ത് വെച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നാട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇഡി എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒഴികെ ഇഡി എന്ന് പറഞ്ഞാൽ രാജ്യത്താകമാനം അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ടും കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടുമെന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രിയപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്നവർ മുഴുവൻ സംഘപരിവാറുകാരായതുകൊണ്ടും സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന മാമാപ്പണിയാണ് ഇവന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മാമാപ്പണി എടുക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നും, എന്നാൽ ഇഡി വരുത്തുന്ന വീഴ്ചകളെ സംബന്ധിച്ച് ഒരിക്കലും വാർത്തകൾ കൊടുക്കാതെയോ അതിനെ വിവാദമാക്കാതെ ഒളിപ്പിച്ച് പിടിപ്പിക്കുന്ന ഇവരുടെ ഒരു രീതി നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ആ ചർച്ച നാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ചില കാര്യങ്ങളൊക്കെ പ്രത്യേക താല്പര്യത്തോടു കൂടിയും ദുരുദ്ദേശത്തോടും കൂടിയും ഒരു FIR പോലും ഇല്ലാതെ ഇങ്ങനെ വാർത്തകളിലൂടെ പടച്ചു വിട്ടുകൊണ്ട് വ്യക്തി കേന്ദ്രീകരിച്ച് സൃഷ്ടിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നത് എന്തായിരിക്കും? ഒരു വ്യക്തിയെ കോൺട്രൈസ് ചെയ്ത് രാഷ്ട്രീയത്തിൽ അവരുടെ എതിർപ്പാളയത്തിൽ നിൽക്കുന്നവരെല്ലാം എങ്ങനെയാണോ രാജ്യത്താകമാനം അവർ ചെയ്ത പ്രവൃത്തി, അക്കാര്യത്തിൽ തന്നെ ഏകദേശം 180 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കേസിൽ 178 കോടി വാങ്ങിച്ചവരുടെ പിന്നാലെ ഒന്നും ഇടിയില്ല. അതിൽ ആകെ 2 കോടി അടുപ്പിച്ച് ഒരാൾ, അതായത് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 178 കോടി കൊണ്ടുപോയവരെല്ലാം മഹാന്മാർ. അവരുടെ പിന്നാലെ പോകാതെ ഇഡി എന്തുകൊണ്ട് ഈ 2 കോടിയുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റി വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന് ഈ ഒരു പ്രതികരണം ചിലർക്കെങ്കിലും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാക്കും. അമീൻ ഹസൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ താല്പര്യങ്ങൾ എന്നുള്ളത് വിശാലമായൊരു വിഷയമാണ്. അതിനപ്പുറത്ത് ഫണ്ടമെന്റലായി ഉത്തരം കിട്ടേണ്ട ധാരാളം ചോദ്യങ്ങൾ ഈ കേസിലുണ്ട്. ഒന്ന്, നമുക്കറിയാം, ശശിധരൻ കർത്ത എന്ന CMRLന്റെ ഉടമസ്ഥൻ തന്നെ അന്വേഷണ ഏജൻസികളോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, ഒരു സേവനവും ചെയ്യാതെയാണ് ഞാൻ ഈ പണം കൈമാറിയിട്ടുള്ളത്. അതിന്റെ കാരണം പിണറായി വിജയനോടുള്ള എന്റെ വ്യക്തിപരമായ അടുപ്പമാണെന്ന് അദ്ദേഹം തന്നെ 2024 അഡ്മിറ്റ് ചെയ്ത ഒരു വിഷയമാണ്. അവിടെ നിന്ന് കൃത്യമായി മാസങ്ങളിൽ ഓരോ മാസവും 8 ലക്ഷം രൂപ വെച്ച് പണം 2019 വരെ കിട്ടുന്നു. അതിനുശേഷം കൂടുതൽ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ദുബായിലേക്ക് പണം കടത്തി എന്ന ആരോപണം തന്നെയുണ്ട്. അപ്പൊ ഇതൊക്കെ ആദ്യം ക്ലാരിഫൈ ചെയ്തതിന് ശേഷമാണല്ലോ, ഇതാണ് എന്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ഇതാണ് ഞാനൊരു കമ്പനി നടത്തിയ ആളാണ്, എന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ കാര്യങ്ങൾ ഇതാണ്, ഞാൻ ലീഗൽ അല്ലാത്ത ഒരു കാര്യവും ചെയ്തില്ല എന്നൊരു സംരംഭകയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, സമൂഹത്തെ ബോധിപ്പിക്കാം. അതിനുശേഷമാണല്ലോ രാഷ്ട്രീയം പറയേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണം അതിനുശേഷമല്ലേ. ആദ്യം ഇതിന്റെ ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്യാൻ കഴിയാത്തത് പൊതുസമൂഹത്തിന് മുഴുവൻ സംശയങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? ബാക്കി എന്ത് ആരോപണവും അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അഭിലാഷ്, എനിക്ക് തോന്നുന്നത് ഫണ്ടമെന്റലായ ചോദ്യങ്ങൾ പ്രതികളോടല്ല ഒരു ജനാധിപത്യ സമൂഹം ആദ്യമായി ചോദിക്കേണ്ടത് എന്നാണ്. പ്രതികൾ എന്നവരെ പറയാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം അവരുടെ പേരിൽ ഇതുവരെ കുറ്റങ്ങളൊന്നും ആരോപിക്കപ്പെട്ടിട്ടില്ല. ഒരു ECR മാത്രമാണ് ഉള്ളത്. അഭിലാഷിന് അറിയാവുന്ന പോലെ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു താല്പര്യമുള്ള ആളല്ല ഞാനെന്ന് അഭിലാഷിന് അറിയാമല്ലോ. പക്ഷെ ഇതിനകത്ത് ചില ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട് അഭിലാഷ്. നമ്മളെല്ലാ ചോദ്യങ്ങളും പ്രതികളോട് ചോദിക്കുകയാണ്, അന്വേഷണ ഏജൻസിയോട്. ഈ രാജ്യത്തെ ഒരുപക്ഷെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും പവർഫുള്ളായ അമിതാധികാരങ്ങൾ വകവെച്ച് കൊടുക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയോട് ഒരു ചോദ്യവും നമ്മൾ ചോദിക്കാതിരിക്കുന്നത് നിയമപരമായും ഭരണഘടനാപരമായും ജനാധിപത്യപരമായ പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ, FIR ഇല്ലാതെ അന്വേഷണം നടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കേസാണിത്. ഇതിനു മുമ്പ് കേരളത്തിൽ ED അന്വേഷിച്ചിട്ടുള്ള പ്രിലിമിനറി എൻക്വയറി അല്ലാതെ ED അന്വേഷിച്ചിട്ടുള്ള ഇത്രയും പ്രൊലോങ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേസുകളിലൊക്കെ തന്നെയും എന്റെ ധാരണയിൽ FIR ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ അത് അടുത്ത ഗൗരവമുള്ള പ്രശ്നമാണ്. FIR ഇല്ലാതെയും
ഇഡിക്ക് കേസ് കേരള ഹൈക്കോടതി ക്ലിയർ ചെയ്തതിനെ തുടർന്നാണ് നടപടിക്രമങ്ങളുമായി ഇഡി മുന്നോട്ട് പോയത്. കേരള ഹൈക്കോടതി സവിസ്തരം പരിശോധിച്ചിട്ടാണ് അതിന് ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. തർക്കമില്ല. നിയമപരമായി ഇപ്പോൾ ഇഡിക്ക് അധികാരമുണ്ട്. ഇത് മാത്രമല്ല ആർക്കെതിരെയും സമൻസ് അയക്കാം. അല്ല, അങ്ങനെ ഒരു വാദമല്ല കോടതിയിൽ ഇഡി എടുത്തത് ഷോൺ. ഞാൻ അതിലേക്ക് വരാം. എന്തായാലും അതല്ല എന്റെ തർക്കം. പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെയും രജിസ്റ്റർ ചെയ്യാം എന്ന് വരെ പറയുന്ന തരത്തിലുള്ള ഒരു വലിയ അമിതാധികാരം ഇഡിക്ക് നൽകപ്പെട്ട സാഹചര്യത്തിൽ പോലും 2024 ഇഡി അന്വേഷണം ആരംഭിച്ച മാർച്ചിൽ ഇഡി അന്വേഷണം ആരംഭിച്ച ഈ കേസിൽ ഇതുവരെ അന്വേഷണം എവിടം വരെ ആയി, എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സന്ദർഭമായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇഡിയുടെ പ്രവർത്തികളിൽ ഞാൻ അതിന്റെ മറ്റു രാഷ്ട്രീയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. രാജ്യത്തെ ഈ അന്വേഷണ ഏജൻസികളെ ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഈ പലതരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു, ഞാനൊന്ന് പോകട്ടെ. ഒരു കാര്യം ഒന്ന് പറഞ്ഞു, ഒറ്റ കാര്യം ഒന്ന് തിരുത്തിക്കട്ടെ. അമീൻ, ഒറ്റ കാര്യം പറയട്ടെ. ഒരൊറ്റ സെക്കൻഡ് ഷാമി, ഞാൻ അങ്ങനെ വരാം. എന്തായിരുന്നു അമീൻ? ഒരു കാര്യം, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകാം. 2025 ഇഡി കേരള പോലീസിന് ഈ വിഷയം സംബന്ധിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ച കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നു. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഏത് അധികാരം ഉപയോഗിച്ചിട്ട് ഐഡിയ ചെയ്ത് ഇഡിയിലെ ഏത് റൂൾസ് പ്രകാരമാണ് പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയാൻ പറ്റുക? കേരള പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയാനുള്ള ഇഡിക്കുള്ള അധികാരം ഏത് നിയമപ്രകാരമാണ്? എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ശരി, അങ്ങനെ ഒരു അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും താങ്കളുടെ പോയിന്റ്. ശരി, ഓക്കെ. ശ്രീ അമീൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് മുഹമ്മദ് റിയാസ് ഇന്നലെ വിശദീകരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ റെയ്ഡ് ചെയ്യപ്പെട്ട ആളുകളൊക്കെ എന്റെ ബാല്യകാല സുഹൃത്തുക്കളോ പഠനത്തിന്റെ സമയത്തെ സുഹൃത്തുക്കളോ ആണ്. ചിലർ പാർട്ടി ബന്ധുക്കളോ പാർട്ടി ഭാരവാഹികളോ ആണ്. ഇവരോടൊക്കെ പണ്ട് മുതലേ ബന്ധമുണ്ട്, ഇനിയും ബന്ധം ഉണ്ടാവും. അതൊരു പാർട്ട്. രണ്ട്, എന്റെ ഇലക്ഷൻ അഫിഡവിറ്റിൽ ഉള്ള കാര്യമാണ് ഈ ലേക്കർ ഇന്ത്യയുടെ കാര്യം എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്ത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഉണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ്? ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി എപ്പോ, എന്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തുടങ്ങി? ഇതൊരു ഷെൽ കമ്പനിയാണെന്ന് ആരോപണം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് ഷെൽ കമ്പനിയല്ല, ഇതൊരു കടലാസ് കമ്പനിയല്ല. ഇത് ശരിക്കും ഒരു ബിസിനസ് താല്പര്യപ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇനി അപ്പൊ അത് ഉദ്ദേശിച്ചതുപോലെ നടന്നാലും പൂട്ടിപ്പോയെങ്കിൽ അങ്ങനെ അതും വിശദീകരിക്കാമല്ലോ. മൗലികമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം ബാക്കി പറയുന്ന രാഷ്ട്രീയം എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ ആദ്യം മുതലേ പറയുന്ന കാര്യം. ഈ മൗലികമായ ചോദ്യങ്ങൾക്ക് മുഹമ്മദ് റിയാസിന് ഉത്തരവില്ലല്ലോ. എനിക്ക് തോന്നുന്ന അഭിലാഷ്, ഈ നിയമപരമായും ഭരണഘടനാപരമായും പരിശോധിക്കുമ്പോൾ പ്രതികളോട് പൊതുസമൂഹം ഒരു വിചാരണ എന്ന പോലെ ആരോപണ വിധേയരോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങളൊന്നും അത്ര മൗലികമായ ചോദ്യങ്ങളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ലോജിക്കലി എനിക്കിതിന്റെ ഫാക്ട്സ് ഒന്നും അറിയില്ല. റിയാസിന്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ലോജിക്കലി ആലോചിച്ച് നോക്കൂ, ഷെൽ കമ്പനി എങ്ങനെയാണ് നമ്മൾ ആരോപിക്കുക? ഈ നാട്ടിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഷെയർഡ് സ്പേസിൽ പോലും ഒരു അഡ്രസ്സിന് വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങുകയും ബാക്കിയെല്ലാം ഓൺലൈനായും അല്ലാതെയൊക്കെ ബിസിനസ്സുകൾ നടക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ ഇഡി പറയുമ്പോഴേക്ക് ഷെൽ കമ്പനിയാണ് എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കുന്നത് എത്രത്തോളം സമാധാനത്തിൽ അവരുടെ ഓഫീസ് ഫിസിക്കലായി നമുക്ക് കണ്ടു ബോധ്യപ്പെടുകയൊന്നും വേണ്ട. പക്ഷേ ഈ കമ്പനി രൂപീകരിച്ചതിന് ശേഷം നടത്തിയ ബിസിനസിനെ സംബന്ധിച്ചും ട്രാൻസാക്ഷനെ സംബന്ധിച്ചുള്ള രേഖകൾ ഉണ്ടാവുമല്ലോ കമ്പനി നടത്തുന്ന ആളുകൾക്ക്. അല്ല, അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടല്ലോ അഭിലാഷ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം. നമ്മളങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഇത്രയും വലിയ അധികാരമുള്ള ഒരു ഏജൻസി, ഈ രാജ്യത്ത് കുപ്രസിദ്ധമായ ഒരു ഏജൻസി ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ അടക്കം ചോദ്യം ചെയ്യുമ്പോഴേക്ക് നമ്മളങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇത് ഷെൽ കമ്പനിയാണെന്ന്. ഞാൻ ജിൻഡോയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ ഞാൻ മുഖവിലക്ക് എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. ജിൻഡോ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുക. ഇവർക്കിത് വിശദീകരിക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ PMLA ആക്ട് പ്രകാരം ഇഡിക്ക് അന്വേഷിക്കാനുള്ള സാഹചര്യം നിയമപരമായി ഉണ്ടോ എന്ന ചോദ്യം മൗലികമല്ലേ? അതല്ലേ മൗലികമായ ചോദ്യം. ഇഡിക്ക് PMLA പ്രകാരം എപ്പോഴാണ് ഒരു കേസിൽ അന്വേഷിക്കാൻ കഴിയുക? അങ്ങനെ എന്താണ് ഈ കേസിലുള്ളത്? അങ്ങനെ പ്രേമ ഫേസിയ അത് സ്ഥാപിക്കാൻ ഇപ്പോ പ്രസ് റിലീസൊക്കെ ഇറക്കുന്നുണ്ടല്ലോ ഇഡി. അവരിറക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞോട്ടെ അഭിലാഷ്. നിയമപരവും ജനാധിപത്യപരവുമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇഡിയുടെ പ്രൊപ്പോർഷണാലിറ്റിയാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. ഇഡി ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലെ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഇതിനകത്തൊരു പ്രശ്നമാണ്.
കൊടകര കോൽപ്പണ കേസുണ്ടല്ലോ അഭിലാഷ്, അതിൽ കേരള പോലീസ് പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട്. അതിൽ കേരള പോലീസ് അത് 3.56 ഈ കേസിലെ പരമാവധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കേസാണെന്ന പോലെയാണല്ലോ ഇപ്പോൾ ED കേരളത്തിൽ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1,72,00,000 അല്ലെങ്കിൽ 2,78,00,000 ആണ് ഇതിന്റെ പരമാവധി സംഖ്യ. 1 രൂപയാണെങ്കിലും അന്വേഷിക്കണം, ഞാൻ അതിൽ തർക്കിക്കല്ല. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രൊപ്പോർഷനാലിറ്റി വേണം, ഒരു ഔചിത്യമുള്ള ഒരു പ്രൊപ്പോർഷനാലിറ്റി വേണം ഒരു കേസിന്റെ ഗ്രാവിറ്റി തീരുമാനിക്കുന്നതിൽ എന്നൊരു വാദം എനിക്കുണ്ട്. ഒന്നാമത്. രണ്ടാമത്, കൊടകര കേസ് 2021 ഈ കേസ് ഉണ്ടാവുന്നത്. 3,56,00,000 എവിടെ വരെ എത്തി ഈ അന്വേഷണം എന്ന് EDയോട് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രൊപ്പോർഷനാലിറ്റിയുടെ, ഈ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ ഒരു പ്രൊപ്പോർഷനാലിറ്റിയുടെ പ്രശ്നമുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ ഞാൻ ഒരു ചെറിയ കണക്കൂടെ പറയാം. ജയിക്ക് നേരത്തെ പറഞ്ഞ കണക്കിൽ ചെറിയ ഒരു അപ്ഡേറ്റ് ഉണ്ട്. 8,851 കേസുകളാണ് ED ഇതുവരെ ഇന്ത്യയിൽ ECIR ചെയ്തിട്ടുള്ളത്. 2,396 പ്രോസിക്യൂഷൻ കംപ്ലൈന്റുകളായിട്ടുണ്ട്. FIR അല്ല, പ്രോസിക്യൂഷൻ ക്ലോഷർ റിപ്പോർട്ടുകളല്ല, കേസുകളായത് 2,396. അതിന്റെ തന്നെ ഒരു പ്രൊപ്പോർഷനാലിറ്റി അഭിലാഷം, ഇതിന്റെ അപകടം ഞാൻ പറയാം. 466 കേസുകളിലാണ് ചാർജുകൾ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ ഇതപര്യന്തമായി. അതിലാകെ 60 കേസുകളിലാണ് ട്രയൽ കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് അവർ പറയാം 93% കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്ന്. എവിടെ? 8,851 മനുഷ്യരെ ഇപ്പോൾ റിയാസിനെ പൊതുവിചാരണ ചെയ്യുന്നത് പോലെ വിചാരണ ചെയ്യാൻ ഇട്ടുകൊടുത്തൊരു ഏജൻസി 60 കേസുകളിൽ മാത്രം കേസ് അന്വേഷണം പൂർത്തീകരിച്ച് 56 ശിക്ഷിക്കുമ്പോൾ 8,851 56 തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് ആ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത്. ഇതിന്റെ ഒരു അപകടം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പൊ തമിഴ്നാട്ടിലെ ബുഹാരി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു തെർമൽ പ്ലാന്റുകളൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ മുതലാളിയെ, അതിന്റെ ഗ്രൂപ്പ് MD ഒരിക്കൽ അഹമ്മദ് ബുഹാരിയെ 2018 മുതൽ കേസ് അന്വേഷണം നടക്കുന്നു. 22 ED അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം 32 മാസം ജയിലിൽ കിടക്കുന്നു. ED അന്വേഷണത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കമ്പനി തന്നെ പാപ്പരാകുന്നു. ഇൻസോൾവൻസി പ്രൊസീഡിംഗ്സിലേക്ക് പോകേണ്ടി വരും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തെർമൽ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് അദാനിയോട് കിടപിടിക്കാൻ കഴിവുള്ള ഏറ്റവും പഴക്കമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയെ ഈ പ്രൊസീഡിംഗ്സിന്റെ ഇടയിൽ അദാനി ടേക്ക് ഓവർ ചെയ്യുന്നു. എവിടുന്ന്? NCLT-യിൽ നടക്കുന്ന കേസിന്റെ ഇടയിൽ അദാനിയുടെ ഒരു അലൈഡ് ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് PMLA കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ED കോഴിക്കോട് 4-5 ബിസിനസ്സുകാരെ റിയാസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തല്ലോ. അങ്ങനെയല്ല അഭിലാഷ്. കേരളത്തിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായി 100 കണക്കിന് ബിസിനസ്സുകാരെ ED ഇതേപോലെ സമൻസ് അയച്ച് ചോദ്യം ചെയ്ത് പല തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയ ഒരാൾക്കും പുറത്തു പറയാൻ കഴിയില്ല. ഈ തരത്തിൽ കേരളത്തിന്റെ ഈ മനുഷ്യരുടെയൊക്കെ ബിസിനസ് തകർന്നു പോവുകയാണ്. ഇവർ ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ? ഇതാണല്ലോ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ നിയമതത്വം എന്ന് പറയുന്നത്. തിരിച്ചാണല്ലോ അഭിലാഷ്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അന്വേഷണ ഏജൻസിയോടാണ്. ഏത് തെളിവുകൾ? ഇതിനൊരു റൂൾ ഓഫ് ലോ ഇല്ലേ? EDയെ ആക്രമിക്കാൻ പാടില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് റൂൾ ഓഫ് ലോക്ക് എഗെയിൻസ്റ്റ് ആണ്. അതൊരു ക്രിമിനൽ ആക്ട് ആണ്. അത് ഒരു ഫിസിക്കൽ അട്രോസിറ്റിയാണ്. അതേപോലെ തന്നെയാണ് പ്രൊസീജിയറൽ അട്രോസിറ്റി എന്ന് പറയുന്നത്. ലീഗലൈസ്ഡ് ആയിട്ടുള്ള അട്രോസിറ്റി നടത്താൻ, റൂൾ ഓഫ് ലോ അട്ടിമറിക്കുന്ന തരത്തിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയി ആക്ട് ചെയ്യാൻ ഒരു ഏജൻസിക്ക് അവസരം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കേവലമായ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടക്കരുത്. എനിക്കിഷ്ടമില്ലാത്ത ആളുകളെ ED ചോദ്യം ചെയ്യുമ്പോൾ അത് നടന്നോട്ടെ എന്നുള്ളതല്ല റൂൾ ഓഫ് ലോയുടെ ഒരു വിശകലനം എന്ന് പറയുന്നത്. പ്രതികളോട് പൊതുസമൂഹത്തിൽ വിശദീകരിക്കൂ എന്ന് ചോദ്യം ചോദിക്കുന്നിടത്തല്ല. നിങ്ങളുടെ അധികാരം എന്താണ് എന്ന് അന്വേഷണ ഏജൻസിയോട് ചോദ്യം ചോദിക്കുന്നിടത്താണ്. നിങ്ങൾ പ്രൊസീജിയറുകൾ പാലിക്കുന്നുണ്ടോ, നിങ്ങൾ ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നിടത്താണ്. നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ്, ഈ തരത്തിൽ നിങ്ങൾ ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്താണ് എന്ന് അക്കൗണ്ടബിൾ ആയി സമൂഹത്തോട് പറയാൻ കഴിയണം. ഒരൊറ്റ ഉദാഹരണം അഭിലാഷ്. ഇതിനിടയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തു. ഒറ്റ വരി അഭിലാഷ്, ലാസ്റ്റ് പോയിന്റ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തു. PA മുഹമ്മദ് റിയാസിനെ പോലീസ് ED ഫോണിലൂടെ ചോദ്യം ചെയ്തു. EDക്ക് അങ്ങനെ ഒരു അധികാരമുണ്ടോ അഭിലാഷ്? ഒരാളെ വെറുതെ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോണിലൂടെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? സമൻസ് കൊടുക്കണ്ടേ? അപ്പോ ആ വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്ത ചോർത്തി തരുന്ന ED ഉദ്യോഗസ്ഥനോട് ഏത് അധികാരം ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നതോ, അല്ലെങ്കിൽ അത് വാർത്തയാകുമ്പോഴെങ്കിലും ED ചെയ്തത് നിയമപരമായി ശരിയാണോ എന്നതോ അല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ടുന്ന ചോദ്യം. EDയെ ഇപ്പോഴും നിഷ്കളങ്കമായി കാണുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അവർക്ക് അങ്ങനെ കണ്ടല്ലേ പറ്റുള്ളൂ. അവരുടെ ആവശ്യവും EDയുടെ ആവശ്യവും ബോത്ത് ആർ മാത്തമാറ്റിക്സ്, രണ്ട് സെയിം ആണ്. അതുകൊണ്ട്
അവർ എപ്പോഴും ആർക്കനുകൂലിച്ച് നിൽക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്നലകളിൽ ED എടുത്ത പല കേസുകളും തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭങ്ങളിലൊന്നും വലിയ വാർത്തയാക്കാതെ മനോരമ ഏതെങ്കിലും ചരമകോളത്തിന്റെ സൈഡിൽ കൊടുത്ത് പോയിട്ടുണ്ട്. അതാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കേസ് സുപ്രീം കോടതിയിൽ ചെന്ന സന്ദർഭത്തിലെല്ലാം അന്ന് മാത്യു കുഴൽനാടൻ ഹർജിയുമായി പോയപ്പോൾ വലിയ വാർത്തയായിരുന്നു. എടുത്ത് ആ വിജിലൻസ് അന്വേഷണവുമായി ആവശ്യപ്പെട്ട ഹർജി എടുത്ത് തോട്ടിലെറിഞ്ഞപ്പോൾ വാർത്ത അല്ലാതായി മാറുന്ന വിസ്മയം. അതുകൊണ്ട് നാട്ടുകാർക്ക് ചിന്തിക്കാം, എന്താണ് ED ആരെ സേവിച്ചാണ്, അതായത് ഒരു സംഘപരിവാർ സർക്കാരിനെ സേവിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്നത്? അതിൽ കോൺഗ്രസ്സുകാരായിട്ട് ഇതേ കേസിൽ പണം വാങ്ങിയവർക്കെതിരെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല. ആകെ 2 കോടി 178 കോടി ചെറുതും 2 കോടി വലുതാക്കിയുള്ള ആ അന്വേഷണത്തിന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്കതും ബൈ അക്കൗണ്ട് തെളിവടക്കമുള്ളത് കയ്യിൽ വാങ്ങിക്കൊണ്ടുപോയവർ മഹാന്മാരെന്ന് പറയുന്ന ആ ഒരു രീതി, അത് ഈ ഒരു പ്രതികരണത്തിൽ കുറച്ചു പേർക്കെങ്കിലും ചിന്തിക്കാൻ അവസരമുണ്ടാക്കുമെന്ന് കരുതുകയാണ്.